പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ LDF ഇലക്ഷൻ കമ്മിറ്റിയുടെ സെക്രട്ടറി വിന്നുപിള്ളയുടെ പത്രസമ്മേളനം തത്സമയ ദൃശ്യങ്ങളിലൂടെ. നമ്മുടെ പൂങ്കോട് വാർഡിന്റെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഇടതുമുന്നണി വളരെ ചിട്ടയോടുകൂടി ഈ വാർഡിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കിയാണ് ഈ അവസാന മണിക്കൂറുകളിലേക്ക് എത്തിയത്. വാർഡിലെ പ്രധാന കേന്ദ്രങ്ങളായ നടുക്കുന്നിലും ഇളവക്കോട്ടും അവിടെയുള്ള വോട്ടർമാരെ മുഴുവൻ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ 2 പൊതുയോഗങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു. സ്ഥാനാർത്ഥിയുടെ സ്വീകരണം അത് ഇളവക്കോട്ട് നിന്നാരംഭിച്ച് സ്ഥാനാർത്ഥിയും 150 പേരും നടന്ന് ഈ വാർഡിന്റെ എല്ലാ ഭാഗങ്ങളിലും ചെന്ന് സ്വീകരണം ഏറ്റുവാങ്ങി. അതിനുശേഷം ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി 2 ബൂത്തുകളിൽ മഹിളാ സ്ക്വാഡും യുവജന സ്ക്വാഡും, ഇന്നലെ 2ാം ബൂത്തിലും ഇന്ന് 1ാം ബൂത്തിലും മഹിളാ സ്ക്വാഡ്, ഇന്നലെ 1ാം ബൂത്തിലും ഇന്ന് 2ാം ബൂത്തിലും യുവജന സ്ക്വാഡ്, എല്ലാ സ്ക്വാഡുകളിലും 60-70 പേർ, എല്ലാം ഭൂരിഭാഗവും അവിടെയുള്ള വോട്ടർമാർ. ഈ 50ഓളം വനിതകൾ, അതിൽ 40 പേരോളം അവിടുത്തെ വോട്ടർമാർ ഈ ഇലക്ഷൻ പ്രവർത്തനം, LDFന്റെ ഇലക്ഷൻ പ്രവർത്തനം കണ്ട് UDFും BJPയും അന്തം വിട്ടു നിൽക്കും. UDF സ്ഥാനാർത്ഥിയോടൊപ്പം ഒരു വനിതാ സ്ക്വാഡ് ഇറങ്ങാൻ ഈ വാർഡിൽ ഒരാളെ പോലും എടുക്കാനില്ലാത്ത സ്ഥിതി. UDFന്റെ സ്ക്വാഡ് കിടക്കുമ്പോൾ ഈ വാർഡിലെ എല്ലാ സ്ക്വാഡിലും ഈ വാർഡിലെ വോട്ടർമാർ 2-3 പേരല്ലാതെ ഇന്ന് വരെ ഒരാളും ഈ വാർഡിൽ നിന്ന് അവരോടൊപ്പം ഒരു സ്ക്വാഡിനും ഇറങ്ങാത്ത സ്ഥിതിയാണ്. ഇതെല്ലാം കണ്ട് അങ്ങേയറ്റം വിറളി കൊണ്ട് ഇന്ന് UDF സ്ഥാനാർത്ഥി ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ട്. നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, കേരളത്തിലെ പല തെരഞ്ഞെടുപ്പുകളിലും തോൽക്കും എന്ന് വരുമ്പോൾ പല അടവുകളും പല സ്ഥാനാർത്ഥികളും പുറത്തെടുക്കാറുണ്ട്. അതിൽ സ്ഥിരമായ ഉള്ള ഒന്നാണ് പത്രസമ്മേളനം വിളിച്ച് കരയുക എന്നത്. പക്ഷെ ജനം മാറിപ്പോയി. ജനം ഇതിന്റെ യഥാർത്ഥ വസ്തുതകളെ വിലയിരുത്തുന്നതാണ്. ഈ സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് സാക്ഷിക്കടക്കം കൊടുത്ത അഭിമുഖത്തിൽ അവർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഒരുപാട് ഉപദ്രവങ്ങൾ അവർക്ക് നേരിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇനി തുറന്നു പറയും. സാക്ഷിക്ക് പ്രത്യേക അഭിമുഖം അനുവദിക്കും. ഞാൻ അതിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. ഇനി ഞാൻ മത്സരിക്കാനില്ല. ഇതൊന്നും അവരോട് ആരും പറഞ്ഞു പറയിപ്പിച്ചതല്ല. സ്വമേധയാ അവർ നേരിട്ട പ്രശ്നങ്ങളിൽ അവർ പറഞ്ഞതാണ്. അന്നൊരിക്കലും ഈ രാജിയുടെ പിന്നിൽ ഇടതുപക്ഷമാണെന്നോ ഗുണ്ടകളുടെ ആക്രമണമാണെന്നോ അല്ലെങ്കിൽ അവരുടെ ജോലി നിഷേധമാണെന്നോ എന്തെങ്കിലും അവർ പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് ഇത്തരം പ്രസ്താവനകൾ ഇറക്കുന്നത് എന്തിനാണെന്ന് വോട്ടർമാർക്ക് കൃത്യമായും അറിയും. ഈ രാജിവെച്ച സമയത്ത് ഞാൻ അവരെ നേരിൽ കണ്ടതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, ഈ MM നസീറിനെ കണക്കുള്ളവരുടെ കൂടെ മാന്യരായ സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല. ഈ കോൺഗ്രസിൽ നിന്നുകൊണ്ട് എനിക്കിനി മുന്നോട്ട് പോകാനേ കഴിയില്ല. ഞാൻ ഒരു വിധത്തിലുമുള്ള മത്സരത്തിനും ഞാൻ തയ്യാറല്ല. ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ച് ഞാൻ ഇനി വീട്ടിൽ തങ്ങുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കണ്ടില്ലേ ഈ വാർഡ് ശ്രീജാകുമാരി അടക്കം എല്ലാവരും ഈ ഇടതുപക്ഷത്തു നിന്ന് എത്ര സജീവമായാണ് പ്രവർത്തിക്കുന്നത്. അവർക്കെല്ലാം മാന്യമായി പ്രവർത്തിക്കാൻ കഴിയുന്ന അവസരം ഇടതുമുന്നണിയിലുണ്ട്. നിങ്ങൾ പൊതുപ്രവർത്തനം ഒന്നും അവസാനിപ്പിക്കേണ്ടതില്ല. ഇത്തരം ശല്യമുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. അന്നൊന്നും പറയാത്ത, അല്ലെങ്കിൽ ഈ രാജി വെക്കുന്നുവെന്ന് ബഹുജനങ്ങളോട് തുറന്നു പറഞ്ഞ പത്രസമ്മേളനത്തിൽ പോലും അവരുന്നയിക്കാത്ത കാര്യം നാളെ മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇന്ന് പത്രസമ്മേളനം നടത്തി ഉന്നയിച്ചുകൊണ്ട് കരയുകയാണ്. ഇടതുപക്ഷത്തിന് അവരെ ജോലി നിഷേധിക്കുകയോ ഗുണ്ടാക്രമണം നടത്തുകയോ ചെയ്യേണ്ട സാഹചര്യമുണ്ടോ? കഴിഞ്ഞ 4 വർഷമായി അവർ ഈ വാർഡിൽ തന്നെയുണ്ട്. അവർ ആധാരം എഴുതുന്ന ജോലി ചെയ്യുന്നു, വക്കീൽ പണി ചെയ്യുന്നു, പലതും ചെയ്യുന്നു. അതിനൊന്നും ഞങ്ങളാരും ഒരു തടസ്സമല്ല. വക്കീൽ പണിയിൽ ആരും ഉപരോധം ഏർപ്പെടുത്തിയതല്ല. കേസ് ബാധിക്കാനും ജയിക്കാനും അവർക്ക് കഴിയാത്തതുകൊണ്ട് ആരും അവരെ തേടി ചെല്ലുന്നില്ല. അതിന് ഞങ്ങൾ എന്ത് വിളിച്ചു? ഇങ്ങനെ നമ്മളൊരു ആക്രമണം നടത്തുന്നോ ഭീഷണി നടത്തുമെന്നോ പറയുകയാണെങ്കിൽ അവർക്ക് ഈ വാർഡിൽ സ്വതന്ത്രമായി ഇങ്ങനെ നടക്കാനോ. മെനങ്ങാന്ന് തന്നെ ഞാൻ ഇളവക്കോട് ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ 7 മണിയായപ്പോൾ അവിടുത്തെ പ്രവർത്തനം കഴിഞ്ഞ് വന്ന് അവർ അവിടെ ഇറങ്ങി. ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത്. അവിടുത്തെ കടയിൽ നിന്ന് 7 മണിക്ക് ഇരുട്ട് സമയത്ത് അവിടെ നിന്ന് ഞാനും കണ്ടു. ഞാൻ ചോദിച്ചെന്നെ ആ സ്ക്വാഡ് കഴിഞ്ഞ് വരുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഒരു ആട്ടോ വിളിച്ച് പോവുകയാണ്. ഇതുവരെ പറയാത്ത, അതായത് ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് രാത്രി പോലും നടക്കാൻ ഈ വാർഡിൽ യാതൊരു പ്രശ്നവും ഇല്ലാത്ത വാർഡിൽ ഇന്ന് പത്രസമ്മേളനം വിളിച്ച് എന്നെ ഉപരോധിക്കുന്നു, ഗുണ്ട ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു എന്നെല്ലാം പറയുന്നത് തികഞ്ഞ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി.
ഈ UDF സ്ഥാനാർത്ഥി തികഞ്ഞ ചതി പലരോടും നടത്തിയിട്ടുണ്ട്. അത് ബഹുജനങ്ങളോട് മാത്രമല്ല, സ്വന്തം വീട്ടിൽ പോലും. അവരുടെ മൂത്ത ജ്യേഷ്ഠൻ, ഇവിടെ പൊടിയമ്പിള്ള എന്ന് പറയും, അവരുടെ കുടുംബ വീടടക്കം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് കേസ് നടത്തി ഭീഷണിപ്പെടുത്തിയും അതിന്റെ പകുതിയോളം കൈക്കലാക്കി ആ വീടിന്റെ പകുതി വെച്ച് അതിന് കെട്ടിത്തിരിച്ച് അവരെ പെരുവഴിയിലാക്കിയവരാണ് സ്വന്തം ചേട്ടന്റെ ഭാര്യയും മക്കളെയും. അത്രയും ക്രൂരമായ രീതിയിൽ പെരുമാറുന്ന ഒരു മഹിളയാണ്. അവരോട് ഈ LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് ഗ്രീഷ്മ ചൂടനെ നിശ്ചയിച്ചപ്പോൾ അവരുടെ ചേട്ടന്റെ മകളാണ്, ഭർത്താവിന്റെ ചേട്ടന്റെ മകൾ. അവർ ചെന്ന് അവരോട് ചോദിച്ചു, എന്നെ എങ്ങനെ LDF സ്ഥാനാർത്ഥിയായി നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തുവേണം? അപ്പോഴും അവർ പറഞ്ഞു, ഞാൻ മത്സരിക്കുന്നില്ല മോളെ, നീ മത്സരിക്കും, നീ ജയിക്കും, ഞാൻ ഈ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ മനസ്സുമെടുത്തിരിക്കുകയാണ്, ഞാൻ ഒരു പരിപാടിക്ക് നീ നിൽക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പാർട്ടി തീരുമാനമെല്ലാം വന്നു. ഗ്രീഷ്മ ചൂടൻ സ്ഥാനാർത്ഥിയായി. പിറ്റേന്ന് കാണാം അവർ UDF സ്ഥാനാർത്ഥി പറയുന്നത് എന്താ, അണികളുടെയും നേതാക്കളുടെയും സമ്മർദ്ദം മൂലം ഞാൻ മത്സരിക്കുന്നു. അവിടെ എങ്ങും മറ്റു തരത്തിലുള്ള ഒരു ആക്ഷേപവും അവർ ഇടതുമുന്നണിക്കെതിരെ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യം, സ്വന്തം മകളെ അനുഗ്രഹം കൊടുത്ത് നീ മത്സരിച്ചോളൂ എന്ന് പറഞ്ഞതിന് ശേഷം ചതിക്കുന്ന ചതി, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ മൂത്ത ജ്യേഷ്ഠനോട് ആ വീട് തന്നെ ചതിച്ച് കൈവശപ്പെടുത്തുന്ന സ്ഥിതി, ഇതെല്ലാം ഇവർ നേരത്തെയും നടത്തി, ഇപ്പോഴും നടത്തി, ബഹുജനങ്ങളുടെ മുമ്പിൽ എന്നിട്ട് വന്നിരുന്ന് കരഞ്ഞിട്ട് എന്താണ് കാര്യം? ശരിയായ നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? ആ നിലപാട് സ്വീകരിക്കാൻ UDF സ്ഥാനാർത്ഥി തയ്യാറാണ്. രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഈ വാർഡിലെ വികസന പ്രവർത്തനങ്ങളെ, അവരുടെ കൺമുമ്പിലൂടെയുള്ള റോഡുകളെല്ലാം തുറന്ന് ചർച്ച ചെയ്യാൻ UDF സ്ഥാനാർത്ഥി തയ്യാറാണ്. അല്ലാതെ തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷത്തിൽ ഈ കേരളത്തിലും UP യിലും ഒക്കെ ഉള്ള പല തെരഞ്ഞെടുപ്പുകളും പോലെ സമയമാകുമ്പോൾ സ്ഥാനാർത്ഥി എന്തെങ്കിലും ഒരു നാടകം നടത്തി കരയുന്ന പത്രസമ്മേളനം പുറത്തുവിട്ട് വോട്ടർമാരുടെ സിമ്പതി പിടിച്ചു വെക്കാമെന്ന് വിചാരിച്ചാൽ അത് ഈ പൂങ്കോട് വാർഡിൽ വിലപ്പോവില്ല. കാര്യം ഞങ്ങളുടെ അതീവ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം കണ്ട് പേടിച്ചിട്ടാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നിന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഇത്തരം പ്രസ്താവനകളെല്ലാം ഞങ്ങൾ വളരെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ്. ഈ ഇലക്ഷനിൽ ഇതുവരെ ഉണ്ടായിരുന്ന ഇലക്ഷനേക്കാൾ വലിയ മാർജിനിൽ ഞങ്ങൾ ജയിക്കും. കാര്യം ഞങ്ങളുടെ പ്രവർത്തനം ആ രീതിയിൽ വോട്ടർമാരെ ഉൾപ്പെടുത്തി സുസ്ഥിരമായ പ്രവർത്തനം നടക്കുന്നത് കണ്ട് ആളുകൾ പോലും ഇറങ്ങാനില്ലാത്ത സാഹചര്യത്തിൽ ഭീതി കൊണ്ടാണ് ഇത്തരം കപട നാടകങ്ങൾ പത്രസമ്മേളനം നടത്തി പുറത്ത് വരുന്നത്. അതിനെതിരെ ഈ പൂങ്കോട് വാർഡിലെ വോട്ടർമാർ ശക്തിയായി പ്രതികരിക്കും. ഇടതുപക്ഷം ഈ പ്രസ്താവനകളെല്ലാം തികഞ്ഞ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ്. ഞങ്ങൾ ആരും ഒരാളുടെ നേർക്കും ഭീഷണി മുഴക്കാനോ അവരെ ഉപരോധിക്കാനോ ഇന്നുവരെയും മുതിർന്നിട്ടില്ല, നാളെയും മുതിരില്ല. കാരണം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞങ്ങൾ കാണുന്നത് ജനങ്ങൾക്കൊപ്പമാണ്. ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ വികസനത്തിലും അവരുടെ ക്ഷേമത്തിലും ഇടപെടുകയും അവരെയെല്ലാം ഞങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ വഴിക്ക് ആ നേർധാരയിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതല്ലാതെ ഈ പൂങ്കോട് വാർഡിൽ ഇത്തരം കുത്സിത പ്രവർത്തനങ്ങൾ നടത്തുന്ന UDF സ്ഥാനാർത്ഥിയുടെ ഈ ചതിയും ഈ നാടകവും ഈ വോട്ടർമാർ തിരിച്ചറിയണമെന്ന് ഇടതുമുന്നണിക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. പത്രസമ്മേളനം നടത്തിയത് പൂങ്കോട് ഉപതെരഞ്ഞെടുപ്പിൽ LDFന്റെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി വിന്നിപ്പിള്ളയാണ്. ഈ പത്രസമ്മേളന വേദിയിൽ നിന്നും സാക്ഷിക്ക് വേണ്ടി ഗോപൻ മുദ്രയും രാജ്മോഹൻ